നമ്മളെ ആളുകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് ആണത്തത്തോടുകൂടി. കൊണ്ടോട്ടിയിലാവട്ടെ, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലാവട്ടെ, എതിർച്ചേരിയിൽ നിൽക്കുന്ന പല ആളുകളും ചെയ്യുന്ന സംഭവം എന്താ? കപ്പ് ശ്വാസം അടയാളത്തിൽ മത്സരിക്കുക. തിരുവല്ലൊക്കെ കാണുന്നതാണ്. അതുപോലെ പല മുനിസിപ്പാലിറ്റികളിൽ കപ്പും ശ്വാസറും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ കപ്പ് ഞമ്മക്കും ശ്വാസറും മറ്റൊരുക്കുമാണ്. എല്ലാ സ്ഥലത്തും നോക്കിയാലുള്ള സ്ഥിതി അതാണ്. കാലം ദുനിയാവിലുള്ള സകല ഉപകരണങ്ങളും ചിഹ്നാണ്. റേഞ്ച് ഇല്ലാത്ത മൊബൈല്, അതേപോലെ ഓരോന്ന് പറയാൻ അത്ഭുതപ്പെട്ടു പോകും. എന്തൊക്കെ ചിഹ്നാക്കാൻ പറ്റുക? ചുറ്റിക അരിവാളിനൊന്നും വലിയ നിലയില്ലാതെ അടുത്ത് മറ്റു പാർട്ടിയിൽ നിന്ന് തെറ്റി വന്നവർക്കൊക്കെ തിരൂരിലെ അരിവാള് കൊടുക്കുകയാണ്. അരിവാളിനൊക്കെ എന്ത് മാർക്കറ്റ് ഉണ്ടായിരുന്നു? പൊന്നരിവാളിനെ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇരുമ്പിന്റെ വിലയും കൂടി ഇല്ലാതായിട്ട് പെട്ടെന്ന് വന്നവർക്കൊക്കെ കൊടുക്കുകയാണ്. സ്ഥാനാർത്ഥികൾ ഇന്നോരാന്ന് കൊടുത്തില്ല. നിൽക്കുമ്പോ സ്വതന്ത്രനാണ് പറയാം. LDF എന്നുള്ള പേരും കൂടി ഉച്ചരിക്കാത്തവരുണ്ട്. നമ്മൾ LAന്റെ ആളാണ്. നമ്മൾ സർവതന്ത്ര സ്വതന്ത്രനാണ്. ജയിച്ചപ്പോഴാ ചെങ്കൊടി പിടിച്ചു കിടക്കുക. അപ്പൊ എന്താ സംഭവം? തോറ്റാ സ്വതന്ത്രം തോറ്റു, ജയിച്ചാ നമ്മൾ ജയിച്ചു എന്ന് പറയണം. അതിനു വേണ്ടിയുള്ള പരിപാടിയാണ്. മുമ്പൊരു കുട്ടി സ്കൂള് വിട്ട് വന്ന് അതാ ഇവരുടെ ഈ പരിപാടി അറിയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതാണ്. ഈ LDFന്നെയാണ് ഈ സർവതന്ത്ര സ്വതന്ത്രൻ. ആ സർവതന്ത്ര സ്വതന്ത്രൻ തന്നെയാണ് ഈ ഇടതുപക്ഷം. അവരെല്ലാം മുമ്പ് സ്കൂൾ വിട്ട് വന്ന കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ സുരേഷിനെ വല്ലാതെ ദ്രോഹിക്കാണ്. കേട്ട് മടുത്തിട്ട് അമ്മ പറഞ്ഞു, എന്ന് വന്നാലും ഈ സുരേഷിന്റെ കഥ പറയാൻ എന്റെ കുട്ടിക്ക് നേരമില്ല. എനിക്ക് എന്റെ മാഷോടൊന്ന് പറഞ്ഞോടമ്മനെ. ചെറുക്കൻ പറഞ്ഞു, ആ മാഷന്നെയാണ് അമ്മ ഈ സുരേഷ്. ആ LDF തന്നെയാണ് ഈ സ്വതന്ത്രൻ. ആ സ്വതന്ത്രൻ തന്നെ ഈ LDF. അവരെന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പൊ ജയിച്ച പല സ്ഥലത്തും ജയിച്ചോനെ ജാഥയിലേക്ക് കൊണ്ടുവരണമെന്ന് സംശയം. കാരണം നിൽക്കുമ്പോ ഇന്നയിന്റെ ആളാന്ന് പറഞ്ഞിട്ടില്ല, അവിടെ നിന്നോടെന്ന് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻകണ്ട് പിന്തുണ. ജയിച്ചപ്പോ ആരെ വോട്ടാതിലുള്ളതെന്ന് കൊടുത്തില്ല. എല്ലാരും കൊണ്ടിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു 300 വോട്ടുള്ളടുത്ത് SDPയുടെ ഒരു 15, സോളിഡാരിറ്റിയുടെ ഒരു 8, PDPയുടെ ഒരു 3, ഇതൊക്കെ കൊണ്ടിടാം. എന്നാലും ഒരു ജാഥയിലുണ്ട്. ഇവരൊക്കെ വലിയ കൊടിയെട്ടിട്ട് ജാഥയിലുണ്ട്. നമ്മൾ ജയിച്ചാറിഞ്ഞാണ് ഓൽക്കാകെ 3, 12, 8. അതുകൊണ്ട് രാജവമ്പാല കളിച്ചിട്ട് മരിച്ചവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഞാനൂല് പറഞ്ഞത്രേ, ഞങ്ങളെ ടീമിനേറ്റ് കളിച്ചാൽ അങ്ങനൊക്കെ ഉണ്ടാവും. അതാണ് സംഭവം. അവർക്കൊന്നും അവരുടെ തൂക്കൊക്കെ എത്രയാണ്. മാത്രമല്ല ഇതിൽ വേർതിരിക്കാൻ സാധിക്കുന്നില്ല. CPMന്റേത് ഏതാണ്, PDPയുടേത് ഏതാണ്, സോളിഡാരിറ്റിയുടേത് ഏതാണ്, ഇതൊന്നും വേർതിരിക്കാൻ സാധിക്കുന്നില്ല. മുല്ലാ നസറുദ്ദീന് ഇറച്ചിണ്ടാക്കിയ പോലെയാണ്. മുല്ലാ നസറുദ്ദീന് ഇറച്ചി പൊരിച്ചിട്ട് തീന്മേശയിൽ വെച്ചു. 2 കിലോ ഇറച്ചിയാണ് പൊരിച്ചു വെച്ചത്. കുറച്ചു കഴിഞ്ഞ് മുല്ലാ നസറുദ്ദീൻ കൈ കഴുകി വന്നപ്പോ ഇറച്ചി കാണില്ല. മൂപ്പര് ചോദിച്ചു, ആ ഇറച്ചി എവിടെയാണ്? തിന്നുന്നവര് മുഴുവൻ പറഞ്ഞു പൂച്ച തിന്നതാണ്. അപ്പൊ അദ്ദേഹം പൂച്ചയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ആ ഇറച്ചി എവിടെയാണ്? പൂച്ച മൂപ്പര് നോക്കും, മൂപ്പര് പൂച്ചനെയും നോക്കും. അങ്ങനെ മൂപ്പര് എല്ലാവരുടെയും സമ്മതപ്രകാരം പൂച്ചനെ തൂക്കി നോക്കുകയാണ്. തൂക്കി നോക്കുമ്പോ മക്കളെ പൂച്ച ആകെ 2 കിലോ, ഇറച്ചി 2 കിലോനാ കാണാതായത്. പൂച്ച ആകെ 2 കിലോ. അപ്പൊ മുല്ലാ നസറുദ്ദീൻ പറഞ്ഞൊരു വർത്താനുണ്ട്. ഇപ്പൊ ഈ തൂക്കിയത് മുഴുവനും ഇറച്ചിയാണെന്ന് കരുതുക, പിന്നെ ആ പൂച്ച എവിടെ എന്ന പോലെ ഇതെല്ലാം മാർക്സിസ്റ്റാണെന്ന് കരുതുക. പിന്നെ ആ PDPയുടെ കൊട്ടവിടെ, പിന്നെ ആ സോളിഡാരിറ്റിയുടെ എവിടെ? മുന്നണി പോലും പലരെയും എടുക്കുന്നത് യോജിച്ചിട്ടല്ല. ഇപ്പൊ INL മത്സരിച്ച പല സ്ഥലത്തും താനൂരിലടക്കം ഞാൻ അത്ഭുതപ്പെടുക. കാസർഗോഡ് പോകുമ്പോഴൊക്കെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ ബോർഡ് INL മത്സരിക്കുന്നവർക്കൊരു പ്രത്യേക ബോർഡാണ്. എന്താ ബോർഡ്? INL LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. LDF എന്നുള്ളതിൽ CPI പെടും, മറ്റുള്ള പാർട്ടിയൊക്കെ പെടും. നഗരയിൽ കൂട്ടിയിട്ടില്ല. എന്നാൽ ഓല് അവരുടെ ഓരമേലൊരു കൂര കെട്ടിപ്പോഴും നടക്കുകയാണ്. അസ്തിത്വം അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഇപ്പോഴും ശരീരത്തിന്റെ ആളല്ലേ എന്ന് പറയാണ്. കേരള കോൺഗ്രസിനെ മുമ്പ് എടുക്കാത്തതിന് കാരണം പറഞ്ഞത് എന്താ? പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളിപ്പറയണമെന്ന. അപ്പൊ ചില ഷർത്തുകളുണ്ട് മുന്നണിക്ക് എടുക്കാൻ. അപ്പൊ INL LDF സ്ഥാനാർത്ഥി അതെങ്ങനെയാണ്? LDF എന്ന് പറഞ്ഞാൽ INL പെടൂലേ? അപ്പൊ കൂടെ കൂട്ടുന്നവരെ വരെ മുന്നണി അംഗീകരിച്ചു.